മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകരെ കൂടി പോലീസ് പിടികൂടി. ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ, ചാല ഉണ്ണി, വിജയ്, സിദ്ധാർത്ഥ്, ഷാജു, നിഷാന്ത് എന്നിവരെയാണ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീഡിയോ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇന്നലെ രാത്രിയാണ് പ്രതികളെ AR ക്യാമ്പിൽ എത്തിച്ചത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 25ആയി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 19 പ്രതികളെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 5 പേരുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി 3 ഇന്ന് വിധി പറയും. ഇതിനിടെ പലയിടത്തുനിന്നായി പ്രതികളെ പിടികൂടിയെന്ന് പോലീസ് പറയുമ്പോൾ കീഴടങ്ങിയതാണെന്നാണ് CPM നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുന്നത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചുമത്തി 2 കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ED സംഘത്തിന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സംഘർഷത്തിനിടെ പരിക്കുപറ്റിയ CPO രഞ്ജിത്തിന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന ഒരാൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെ മാരകായുധങ്ങളുമായി ആക്രമിച്ചെന്നും ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ച് 3 കാറുകൾ വളഞ്ഞെന്നും ദേഹോപദ്രവം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഏകദേശം 300 പേർ ചേർന്ന് ആക്രമിച്ചെന്നുമാണ് ആദ്യ കേസിലെ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വധശ്രമം ഒഴികെയുള്ള കുറ്റങ്ങൾ പോലീസുകാർക്കെതിരായ ആക്രമണത്തിനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തടയാൻ ശ്രമിച്ച CRPF ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നും കേസുണ്ട്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വധശ്രമ കുറ്റം, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന മറ്റു കുറ്റങ്ങൾ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം സ്വകാര്യ ഉടമസ്ഥതയിലാണുള്ളതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കും. പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയാനുള്ള നിയമത്തിന്റെ വകുപ്പ് കൂടി ചേർത്താണ് മ്യൂസിയം പോലീസ് CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ED എത്തിയ 3 സ്വകാര്യ കാറുകളാണ് ആക്രമിക്കപ്പെട്ടത്. വാഹനം ഉപയോഗിച്ചത് ഔദ്യോഗിക ആവശ്യത്തിനായതിനാൽ വാഹനം വാടകയ്ക്കെടുത്ത വകുപ്പ് സംഭവിച്ച നാശനഷ്ടത്തിന് പരിഹാരം നൽകാൻ ബാധ്യസ്ഥമാണ്. ഇത് പൊതുഖജനാവിനുണ്ടാകുന്ന നഷ്ടമാണ്. സർക്കാർ ആവശ്യങ്ങൾക്കായി കരാർ എടുത്തിട്ടുള്ള സ്വകാര്യ വാഹനങ്ങളും പൊതുമുതലിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അവസരത്തിലുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ആ തുക പ്രതികളിൽ നിന്ന് ഈടാക്കാൻ കോടതി വിധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറായ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ എല്ലാ പ്രതികളും CPM DYFI പ്രവർത്തകരാണ്. പിണറായി വിജയന്റെ മകൾ വീണ പാർട്ടി അംഗമല്ല. എന്നിട്ടും വീണ ഉൾപ്പെട്ട മാസപ്പിടി കേസ് അന്വേഷിക്കാനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് വീണയെ രക്ഷിക്കാൻ. ഇനി 10 കൊല്ലം അകത്ത് കിടക്കാം.